നമുക്ക് പ്രധാനപ്പെട്ട ചില വിവരങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പ്രചാരണ ആവേശങ്ങൾക്കിടെ ചില ട്വിസ്റ്റുകൾക്കും നിർണായക മുഹൂർത്തങ്ങൾക്കും കൂടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിരുന്നു. നമുക്കറിയാം, ഒരു ജയിൽവാസവും അതിനെതിരായ നിയമ പോരാട്ടവും ജാമ്യമെടുത്ത് പുറത്തേക്കുള്ള വരവും കണ്ട് ജനം നിന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെതായിരുന്നു അത്. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാളിൻ്റെ വരവ് ഇന്ത്യ സഖ്യത്തിന് കരുത്തായോ എന്നതും നമുക്ക് അല്പസമയത്തിനകം അറിയാം. केजरीवाल का अरेस्ट भारतीय जनता पार्टी की और प्रधानमंत्री नरेंद्र मोदी जी की एक राजनीतिक साजिश है। प्रधानमंत्री नरेंद्र मोदी जी को अगर किसी एक नेता से डर लगता है तो वो नेता अरविंद केजरीवाल है। രാജ്യത്ത് രാഷ്ട്രീയം അഴിമതിക്കുളമാണ്. അത് വൃത്തിയാക്കാൻ ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് ചൂല് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിയ AAPയുടെ വരവ്. അതിനെ അരവിന്ദ് കെജ്രിവാൾ നയിച്ചു. പക്ഷേ മുഖ്യധാര പാർട്ടികളെ വിമർശിച്ചും ശക്തമായ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയും ജനത്തെ ആകർഷിച്ച അതേ നേതാവ് തന്നെ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലുമായി. രാജ്യത്ത് ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പദം ഒഴിയാതെ ജയിലിൽ നിന്ന് കെജ്രിവാൾ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു, സർക്കാരിനെ നിയന്ത്രിച്ചു. EDക്കും കേന്ദ്രത്തിനുമെതിരെ സുപ്രീം കോടതിയിൽ പോയി. ഒടുവിൽ ജാമ്യം നേടി പുറത്തു വരികയും ചെയ്തു. ആർഭാടമോ വലിയ അകമ്പടികളോ ഇല്ലാതെ ഒരു നേതാവ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന സ്വീകാര്യത ഡൽഹിയിലും പഞ്ചാബിലും നേടാൻ കെജ്രിവാളിന്റെ പാർട്ടിക്ക് സാധിച്ചു. സാധാരണ പാർട്ടി ആയിരുന്നിടത്തു നിന്ന് ദേശീയ നിലവാരത്തിലേക്ക് ആം ആദ്മി പാർട്ടി ഉയർന്നു. എതിർകക്ഷികളെ അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ വളർച്ച. 2012 ഒക്ടോബറിൽ സ്ഥാപിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്തത് ചരിത്രത്തിൽ അപൂർവമായി. ജനപ്രീതി നേടിയെടുത്ത് മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനം തകിടം മറിക്കാൻ മാത്രം ശക്തി ആർജിച്ചു കഴിഞ്ഞ നേതാവാണ് കെജ്രിവാൾ. BJPക്ക് ബദലായി ആപ്പ് ഉയർന്നു വരുമോ എന്ന് പോലും ചർച്ചകൾ. തീവ്ര ഹിന്ദുത്വത്തിന് മറുമരുന്നായി മൃദു സമീപനവും വെൽഫെയർ പൊളിറ്റിക്സും തന്ത്രപരമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചു. 6 മാസത്തിലധികം വളർച്ച ഉണ്ടാകില്ലെന്ന് രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെട്ട ആം ആദ്മി പാർട്ടി ഇന്ന് 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും ഭരണകക്ഷിയാണ്. പക്ഷേ എതിരാളികളെ തറപറ്റിക്കാനും വാമൂടി വെക്കാനുമുള്ള ആയുധമായി അന്വേഷണ സംഘങ്ങൾ മാറുന്ന കാഴ്ചയിൽ കെജ്രിവാളിനും കാലിടറി. അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഡൽഹിയിൽ മദ്യനയം നടപ്പിലാക്കിയതിൽ അഴിമതി ആരോപിച്ചായിരുന്നു അറസ്റ്റ്. നേതാവിന്റെ പ്രതിച്ഛായ തകർക്കാനും അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ആം ആദ്മിയുടെ അടിത്തറ ഇളക്കാനും നടത്തുന്ന ആസൂത്രിത നീക്കമാണ് ഇതിനു പിന്നിലെന്ന് വിമർശനമുയർന്നു. ഇന്ത്യ സഖ്യമടക്കം പ്രതിഷേധിച്ചു. പക്ഷേ പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ ശക്തനായിരുന്നു ജയിലിൽ ഇരുന്ന കെജ്രിവാൾ. ആ സ്വാധീനത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ജാമ്യത്തിലിറങ്ങി വന്നപ്പോഴും കണ്ട കാഴ്ച. മോദി ഗ്യാരണ്ടി പ്രഖ്യാപനത്തിന് ബദൽ കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയാണെന്ന് നല്ലൊരു വിഭാഗം ജനം കരുതുന്നു. തുടർച്ചയായി വൈദ്യുതി ലഭ്യത ഉറപ്പാക്കുമെന്നും